കാലോചിതമായ പരിഷ്കാരം വേണം എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കലും മുതലെടുപ്പുമാണോ സണ്ണിയം കബിക്കാട്? അല്ല, അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാലോചിതമായ പരിഷ്കാരം നടപ്പിലാക്കേണ്ടത് പരിഷ്കാരം നടപ്പിലാക്കേണ്ട സമൂഹമാണെന്നാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്നതാണ് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയമായ ഒരു ആരോപണം. പിണറായി വിജയൻ ആ കാര്യത്തിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇടപെടുന്നത് എന്ന കാര്യം എനിക്കറിയില്ല, അതെൻ്റെ കൺസേണുമല്ല. കാരണം ഈ മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായം പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും മുതലെടുപ്പ് നടത്തുകയും എന്ന് പറയുമ്പോൾ ഉല്ലാസം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിനൊരു മെഗാ ചിത്രമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് അങ്ങനെയാണ് ജനം മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു പക്ഷേ നിഷേധിച്ചിരിക്കും, പക്ഷേ ജനം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഈ രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പുകളൊക്കെ ഉണ്ടാകും. പക്ഷെ പ്രശ്നം അതല്ല. രണ്ടാമത് താങ്കൾ പറഞ്ഞതാണ് പ്രശ്നം. ഇത് അവർ തീരുമാനിക്കട്ടെ. അമ്പലത്തിലുള്ള ശാന്തിമാർ, അവിടുത്തെ അങ്ങനെയുള്ള അധികാരികൾ അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ആചാര പരിഷ്കരണം ഈ പറയുന്ന തന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുകയും സമൂഹത്തെ മാറ്റുകയും ചെയ്തതിൻ്റെ തെളിവുകൾ ചരിത്രത്തിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരതിന് സന്നദ്ധമാവില്ല. കാരണം അവരൊരു അധികാരത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചെഴുതാൻ അവർ തയ്യാറാവില്ല. അപ്പോൾ ഈ ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെട്ടത് വിശ്വാസി സമൂഹങ്ങളും തന്ത്രിമാരും കൂടി സംഘടിതമായി പറഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് അതിന് വെളിയിലുള്ളവർ, വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ഒക്കെ വളരെ വലിയ സമ്മർദ്ദമുണ്ടാക്കിയിട്ടാണ് പല ആചാരങ്ങളും പരിഷ്കരിക്കപ്പെട്ടത്. ഇതൊരു സമൂഹ യാഥാർത്ഥ്യമാണിത്. ഞാൻ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം. അതാണ് നമ്മുടെ ചരിത്രം. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത്, ഗുരുവായൂർ സത്യാഗ്രഹവും അവരൊക്കെ തന്നെയാണ് നടത്തിയത്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവരാരും അഭിപ്രായം പറയരുത് എന്ന് പറയുന്ന കഥയിൽ മാത്രവുമല്ല, ഈ പറയുന്ന തന്ത്രി സമാജമാണ് ഇത് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നതിലൊരു ചതിയുണ്ടെന്നും കൂടി ഞാൻ തറപ്പിച്ച് പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്ത്രി സമാജം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണത്തെയും എതിർത്തവരാണ് ഇപ്പോൾ ഈ തന്ത്രി സമാജത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെയും അതേപടി നിലനിർത്തണമെന്ന് വിചാരിച്ചവരാണ്. നമുക്കങ്ങനെ പറ്റില്ല. ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ പവിത്രമെന്ന് കരുതുന്നത് പോലും പലതും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് നമ്മൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമല്ല ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ്. നമ്മുടെ സമൂഹം കൂടുതൽ ജനായത്തപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ആചാര പരിഷ്കരണങ്ങൾ നടത്തിയേ പറ്റൂ. അതിൻ്റെ സോൾ ഏജൻസി വിശ്വാസക്കൂട്ടമാണെന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ എക്സൈസ് പോളിസിയോ അതിൻ്റെ കാര്യങ്ങളോ കുടിയന്മാരാണോ? അങ്ങനെ അല്ലല്ലോ. അത് ഒരു സംഭവത്തെ, ഒരു സിസ്റ്റത്തെ മുൻനിർത്തി ചെയ്യുന്നൊരു തീരുമാനമാണ് എന്ന് പറയുന്നത്. നമ്മളൊരു പൊതു സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. ആ പൊതു സിസ്റ്റത്തിന് അനുയോജ്യമായ തരത്തിൽ നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ടി വരും. കടൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പണ്ട്. ഇപ്പം എന്താ കടൽ കിടക്കുന്നില്ലേ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. പണ്ട് ആൾക്കാർ ക്ഷേത്രത്തിൽ കയറിയാൽ ഭഗവാന്റെ പ്രഭ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവരും കയറുന്നുണ്ടല്ലോ, പ്രഭ നശിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്ത് ആചാരത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? അത് അസൗകര്യമാണെങ്കിൽ, മാനവിക വിരുദ്ധമാണെങ്കിൽ നമ്മളത് കയ്യൊഴിയണം. ആ സന്നദ്ധതയാണ് മനുഷ്യൻ കാണിക്കേണ്ടത്. അതല്ലാതെ പൂജാരിയുടെയും ക്ഷേത്ര ആചാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നത് ഒട്ടും ചരിത്രപരമായൊരു കാര്യമല്ല. ചരിത്രത്തിൽ സംഭവിച്ചതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പഴയ ബ്രാഹ്മണ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ളൊരു വാദം കൂടി ഇതിനകത്തുണ്ട്. പൂജയുടെ സർവാത്മന യോഗ്യരായിട്ടുള്ളത് താങ്കൾ പറയുന്നുണ്ട്. ആർജിത ബ്രാഹ്മണരൊന്നും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലും പൂജാരിമാരല്ല കേരളത്തിൽ. എന്തായാലും അതങ്ങനെ കിട്ടത്തുമില്ല. അത് വളരെ വ്യക്തമാണ് സംഭവം. അവിടുത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഷെഫ്, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ ബ്രാഹ്മണൻ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന സ്ഥലമാണ് കേരളം. ഇവരെന്നെ ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതെന്ത് ആചാരമാണെന്ന്? ഇതൊക്കെ മനുഷ്യന് പുറത്തു പറയാൻ കൊള്ളുന്ന കാര്യമാണോ? ഒരു പ്രത്യേക ജാതി ഉണ്ടാക്കുന്ന ആഹാരമേ ഞങ്ങൾ കഴിക്കുകയുള്ളെന്ന്? ഇതൊന്നും മാനവികമായ ഗുണമായി കൂട്ടാൻ പറ്റില്ല. ഞാനതാ പറയുന്നത്. അതുകൊണ്ട് സുകുമാരൻ നായർ ഈ കാര്യത്തെക്കുറിച്ച് സച്ചിദാനന്ദ സ്വാമി ഒരു കാര്യം അതിനെ ഗൗരവമായി എടുത്തൊരു അഭിപ്രായമാണ് പറയേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തിന് എന്ത് കാര്യം, പിണറായി വിജയൻ എന്ത് കാര്യം എന്നുള്ള ധാർഷ്ട്യമല്ല പറയുന്നത്. അത് ശരിയായ ഒരു സമീപനമല്ല. ഒരു വലിയ ജനാവലിയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണല്ലോ. ആ ഉത്തരവാദിത്തം കാണിക്കണം.
ഇനി ഈ ആചാരങ്ങളെക്കുറിച്ച് 50കളിൽ കേരളം കേട്ടൊരു മുദ്രാവാക്യമാണ്, പാളെ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാനെന്ന് വിളിപ്പിക്കും. എന്നിട്ട് നടന്നോ? നടന്നില്ലല്ലോ. അപ്പോൾ അത് നടക്കില്ലാത്ത കാര്യം മാറ്റേണ്ടതാണ്, നമ്മൾ മാറ്റണം. അതാണ് നമ്മൾ പഠിക്കേണ്ട ചരിത്രപാഠം. അത് മനസ്സിലാക്കാതെ പിണറായി വിജയൻ എന്തോ കൂടെ ഉദ്ദേശം തീർച്ചയായിട്ടും കാണും, അയാൾ രാഷ്ട്രീയക്കാരനാണല്ലോ. ഇതേ ഉദ്ദേശം BJPക്ക് ഉണ്ടല്ലോ. അത് മറച്ചു വെച്ചിട്ട് പിണറായി വിജയൻ മാത്രം എന്തോ കുറ്റകൃത്യം ചെയ്യുന്നു, കോൺഗ്രസ് കുറ്റകൃത്യം ചെയ്യുന്നു മാത്രം നമ്മൾ പറയുന്നത്. രാഷ്ട്രീയക്കാരെല്ലാം ഇടപെടുമ്പോൾ അവർക്ക് തീർച്ചയായും വോട്ട് ബാങ്ക്, വോട്ട് കൂടുതൽ കിട്ടുക, ഇങ്ങനെ താല്പര്യമൊക്കെ. പക്ഷേ ഞാൻ പ്രതികരിച്ചത് സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കുകളോടാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും വ്യക്തമായും ഒരു കാര്യം കേരളത്തോട് പറഞ്ഞു. അത് കേരളം ഗൗരവമായി എടുക്കണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. മാറ്റേണ്ടത് മാറ്റാൻ കേരളീയ സമൂഹം തയ്യാറാവണം. നമ്മൾ കൂടുതൽ നന്മയുള്ളൊരു സമൂഹമായി മാറാനാണ് സ്വാമികൾ ആ വാക്ക് പറയുന്നത് എന്നതുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സണ്ണിയം കബിക്കാട്, ഒരു കാര്യത്തിൽ ശ്രീ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമാകുന്നത് ഇക്കാര്യത്തിൽ CPM-ന്റെ സത്യസന്ധത അടുത്ത കാലത്ത് കേരളത്തിലെ ആളുകൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നത്തിലടക്കം പിന്നീടുണ്ടായ തിരിമറികളും വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായിക്കോ CPM-നോ ഒന്നും രാഷ്ട്രീയ സദുദ്ദേശം ഉണ്ടാകണം എന്നില്ല ഇക്കാര്യത്തിൽ. പക്ഷേ ഒരു സംഘടന അഭിപ്രായം പറയുന്നു, അഥവാ ഒരു വിഭാഗം അഭിപ്രായം പറയുന്നു, അത് മാറ്റുന്നത് നല്ലതാണ്, കാലോചിതമായ പരിഷ്കാരമാണ് എന്ന് പറയുന്നു. അപ്പോൾ മാറ്റേണ്ടതില്ല എന്ന് പറയാം, പക്ഷെ അത് പറയാൻ നിങ്ങളാര് എന്ന് തിരിച്ചുള്ള ചോദ്യം ജനാധിപത്യത്തിന്റേതും സംവേദനത്തിന്റേതുമാണോ? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വിജയകരമായ ഓപ്പറേഷൻ നടത്തുന്നൊരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഉല്ലാസ്. അത് ഇന്ത്യക്ക് മുഴുവൻ അറിയാവുന്നവരും. ഉല്ലാസ് നിഷേധിച്ചാൽ ഇന്ത്യക്ക് മുഴുവൻ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ പ്രശ്നമൊന്നല്ല, വിശ്വാസികളോട് ചോദിക്കണം എന്ന് പറയുന്നതിൽ ഒരു ചതി അടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെയും കാര്യം തീരുമാനിക്കാൻ ഒരു വിശ്വാസിക്കും അവകാശം അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് അവിടുത്തെ തന്ത്രികളും മേൽശാന്തിമാരും തീരുമാനിച്ച് വിശ്വാസികൾക്ക് വേണ്ടി ഇന്നതാണെന്നൊക്കെ പറയും. അതായത് ഞാൻ നേരത്തെ ഉപയോഗിച്ച മെറ്റഫർ അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത്, ഒരു മദ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് എക്സൈസുമായിട്ടുള്ള ബന്ധം മാത്രമേ അമ്പലത്തിൽ വരുന്ന വിശ്വാസിക്ക് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടുള്ളൂ. അത് തിരുത്താൻ പറഞ്ഞാൽ അന്ന് അത് ആ വിശ്വാസി പുറത്തു പോകേണ്ടി വരും. അത് ആ അധികാര ഘടനയിൽ ഈ വിശ്വാസി സമൂഹം ഉൾക്കൊള്ളുന്നില്ല. അവർ ദൈവത്തെ പൂജിക്കാനും ദൈവത്തെ പേടിച്ചുമൊക്കെ വരുന്ന സാധാരണ മനുഷ്യരാണ്. അവരോട് പറയുന്നേരം നമ്മൾ പറയും, ഇത് ശാസ്ത്രമാണ്, അതുകൊണ്ട് ശാസ്ത്രം അറിയാവുന്നവർക്ക് അത് തീരുമാനിക്കാൻ പറ്റൂ എന്ന് പറയും. അവർക്ക് ശാസ്ത്രം അറിയാൻ പാടില്ലാത്തവർ അവരത് സമ്മതിച്ചു കൊടുക്കും. ഇത് വളരെ വർഷങ്ങളായി നടക്കുന്ന ഒരു അധികാര കേന്ദ്രീകരണമാണ്. ആ അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ച് പറയുക, ഈ പറയുന്ന വിശ്വാസിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്ക് നിർവഹിക്കാനില്ല. പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നു എന്നുള്ളതല്ലാതെ അവരാരും തിരിഞ്ഞ് പറയാറില്ല. ഇതെന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, തെറ്റല്ലേ എന്ന് ഏത് വിശ്വാസി ചോദിക്കാനാ? അങ്ങനെ ചോദിച്ചാൽ ആ വിശ്വാസിക്ക് അമ്പലത്തിനകത്ത് സ്ഥാനമുണ്ടാവില്ല ഒരു സ്ഥലത്തും. അത് അമ്പലത്തിൻ്റെ കാര്യത്തിലല്ല, ഒരു മതത്തിനകത്തും ആ വിശ്വാസിക്ക് സ്ഥാനമുണ്ടാവില്ല. അത്രയും കേന്ദ്രീകൃതമാണ് ഇതിൻ്റെ അധികാരം. നമ്മൾ അല്ലാതെ വിശ്വാസികളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞൊരു മെറ്റഫർ അല്ലത്. അത്രയേ ഉള്ളൂ വിശ്വാസിക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായ ബലവും സ്വാതന്ത്ര്യവും. ഇപ്പം പന്തളം രാജകൊട്ടാരത്തിൽ നിന്നാണ് ഇവിടുത്തെ തന്ത്രി വരേണ്ടത്. ഇത് ആര് പറഞ്ഞതാ? ഇതാര് പറഞ്ഞു? വിശ്വാസികളത് സമ്മതിച്ചു കൊടുക്കുന്നു എന്നുള്ളത് അത് ആത്യന്തികമായൊരു സത്യമാണോ? ഇതെന്താ ഈ പറയുന്നത്? അവർക്കുള്ള അധികാരം വിശ്വാസിക്കുണ്ടോ? ശബരിമലയിൽ പോകുന്ന ആളിനുണ്ടോ? ഇല്ലല്ലോ. സത്യസന്ധമായി നമ്മൾ ആലോചിച്ചാൽ ഇല്ലത്. ഈ ശബരിമല പോകുന്നവർ ഈ പന്തളം തന്ത്രിയെ കാണാൻ പോകുന്നവരല്ല. അയ്യപ്പൻ എന്ന് പറയുന്ന വിഗ്രഹത്തിൽ വലിയ ശക്തിയുണ്ടെന്ന് വിചാരിച്ച് ദൈവഭക്തിയാൽ പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരുടെ മറവിൽ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ നിങ്ങളുടെ പാർട്ടി ഒട്ടും പുറകിലല്ല. അത് വളരെ ആക്രമണോത്സവമായി പോലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിലെ കോൺഗ്രസിനോ ഈ കാര്യം പറഞ്ഞ് ന്യായീകരിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ല. അവരും വോട്ടിൻ്റെ കാര്യത്തിൽ കച്ചവടം കണ്ണോടുകൂടി നോക്കുന്നുണ്ട് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമൊന്നും. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ പറയുന്ന ഈ പരിഷ്കരണത്തെ നമ്മൾ പിന്തുണയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പരിഷ്കരണം ഉണ്ടാവണമെന്നുള്ളൊരു മനോഘടന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഞാനതാ പറയുന്നത്. അതല്ലാതെ പിണറായി വിജയൻ ഉപയോഗിച്ചോ BJP ഉപയോഗിച്ചോ അനൂപ് ഉപയോഗിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ സമൂഹത്തിന് കൂടുതൽ മാനവികമായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണം എന്നത്. അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത്
പരിഷ്കരണ ചർച്ചകൾ തീർച്ചയായും മനുഷ്യവിരുദ്ധമായ മുന്നോട്ട് ഒരു പോകുന്നതിൽ സ്റ്റാൻഡാണ്. എന്താണ് തെറ്റ് എന്ന് സ്വാമി സച്ചിദാനന്ദയും തുടക്കത്തിൽ തന്നെ ചോദിച്ചത്. ശ്രീ വി ആർ അനൂപ്, അവസാനത്തെ ചോദ്യം താങ്കളോടാണ്. ഇത് തന്നെയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു അത് അവിടെ ചർച്ച നടത്തട്ടെ, അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയുമാണ് എന്ന്. പക്ഷേ മനുഷ്യന്റെ പുരോഗമിച്ച് മുന്നോട്ട് പോകേണ്ട സമൂഹത്തിൽ അവന്റെ അന്തസ്സിനും അവളുടെ അന്തസ്സിനും ചേരുന്ന തരത്തിൽ, അവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്ന തരത്തിൽ വിശ്വാസത്തിലും ഇടം കിട്ടുക എന്നുള്ള തരത്തിൽ ചില നിർദ്ദേശങ്ങൾ ഈ വിശ്വാസ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് മുന്നോട്ട് പോണ്ടേ? തീർച്ചയായും അതിനു മുമ്പ് ഉല്ലാസ് ബാബു ഇവിടെ സുദീർഘമായ ഒരു കുറ്റപത്രം അവതരിപ്പിച്ചു. അതിന് മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനായ ശ്രീനാരായണീയനായ ടി കെ മാധവനാണ്. അന്ന് അദ്ദേഹത്തിന് അനുമതി കൊടുത്തത് മൗലാന മുഹമ്മദ് അലിയാണ്. എന്ന് മാത്രമല്ല ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പോലുള്ള ആളുകൾ, സിഖുകാരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സംഘപരിവാർ ഈ ടി കെ മാധവൻ മൗലാന മുഹമ്മദ് അലിയെ പ്രകീർത്തിച്ചാൽ എന്ത് മറുപടി പറഞ്ഞേക്കും എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് അതിന് പറഞ്ഞതിന്റെ ഒരു മറുപടി ഞാൻ പറയാം. ശബരിമലയിൽ ഇവിടെ വാവർ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. മുസ്ലിങ്ങൾ ആരും വാവരുടെ ആരാധന നടത്തുന്നില്ല, അയ്യപ്പ ഭക്തർ തന്നെയാണ് നടത്തുന്നത്. ആ വാവരുടെ ആരാധനക്കെതിരെ അദ്ദേഹത്തിന്റെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ നാളെ ശബരിമല എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാക്കുമെന്ന് പറഞ്ഞ വിഷലിപ്തമായ പ്രചരണം നടത്തിയ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഉല്ലാസ് ബാബു. അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലിയുടെ സാന്നിധ്യത്തെ, ടി കെ മാധവന്റെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു? അതായത് ഷാനി, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഗുരുവായൂരിനകത്ത് നിങ്ങൾക്കറിയാം പണ്ട് ചുരിദാറിട്ട് ഉള്ളിൽ കയറാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് ആ പരിഷ്കരണം കാലഘട്ടത്തിനനുസരിച്ച് വന്നത്? ആ പരിഷ്കരണം വന്നത് മുഖ്യമന്ത്രി കാലത്ത് ഓർഡർ അല്ല ചെയ്തേ, എന്ത് നാളെ മുതൽ ചുരിദാറിട്ട് കയറ്റിക്കോളൂ എന്നല്ല ചെയ്തെന്ന്. അതിന് ബന്ധപ്പെട്ട ആളുകൾ, അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ആളുകൾ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ച് അത് ഇരുന്നു കൊണ്ട് അതിൽ തീരുമാനം ഉണ്ടാക്കുന്ന ഒരു ശൈലിയുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട്. ആ ശൈലിയിൽ തീരുമാനിച്ചുകൊണ്ടാണ് പരിഷ്കാരങ്ങൾ ചെയ്യേണ്ട രീതിയുണ്ട്. അത് പാലിക്കപ്പെടേണ്ട സിസ്റ്റമുണ്ട്. സാമൂഹ്യ സമ്മർദ്ദങ്ങളായും വിശ്വാസി സമൂഹത്തിനകത്തുനിന്നും പുറത്തുനിന്നും മനുഷ്യരുടെ അന്തസ്സിനെ കൂടുതൽ ഉയർത്താൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകുക തന്നെ വേണം. അതിലെ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള പക്വത വിശ്വാസി സമൂഹവും കേരള സമൂഹവും കാണിക്കുകയും വേണം.